ഹലോ മുത്തുമണികളെ, എന്താ തണുപ്പെന്നറിയാമോ? മഴ പെയ്തിട്ട് ഭൂമി ആകെ അങ്ങ് തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എൻ്റെ ആദുവിൻ്റെ സ്കൂളിൽ ഈ കരിയർ ഗൈഡ് ലൈൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ഇന്ന്. പിന്നെ എൻ്റെ അമ്മ വരും. അമ്മയുടെ ഒരു വിധവാ പെൻഷനല്ല, വാർദ്ധക്യ പെൻഷൻ്റെ ഒരു സംഭവം എഴുതി കൊടുക്കാൻ പോകണം. പിന്നെ ക്ഷേമനിധിയിൽ പോകണം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം അമ്മ വരും. അപ്പോൾ എനിക്ക് കുറേ ജോലികളുണ്ട് ഇന്ന്. ഇന്നലെ ആരോ ലൈവിൽ കിടന്ന് എന്നെ വെല്ലുവിളിക്കുന്നെന്ന്. നീ എൻ്റെ അവിഹിതം എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോടി എന്ന്. എമാതിരിയാണ് ജനങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞ, ഈ എങ്ങനെ വീണാലും 4 കാലിൽ വീഴാനുള്ള ഒരു കഴിവ് നമ്മളുടെ ഉടായിപ്പുമ്മയ്ക്കുണ്ട്. അല്ലേ മോളെ? മോള് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറയണത്, എൻ്റെ എന്തെങ്കിലും ഒരു അവിഹിതം നീ കണ്ടുപിടിച്ചാ എന്ന്. പിന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് നാട്ടുകാർ പൊക്കിയത് എന്തൊരു. ഇപ്പോഴും ഇന്നലെ മെനിഞ്ഞാന്നെങ്ങാണ്ട് എൻ്റെ ലൈവിൽ നമ്മുടെ ജുമൈല വന്നിട്ടുണ്ടായിരുന്നു. ആരാ? എൻ്റെ കൂടെ ജീവിക്കുന്നില്ലേ, പുള്ളിക്കാരൻ്റെ ഭാര്യ. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഭാര്യ. നീ 2ാമത്തെ ഭാര്യയാണല്ലോ. അല്ല, 3ാമത്തെ ഭാര്യയാണല്ലോ. 2ാമത്തെ ഭാര്യ ഇനി വേറെ ഉണ്ടല്ലോ. അപ്പോൾ ആ അവിഹിതം ഞാനല്ല കണ്ടുപിടിച്ചത്, നിൻ്റെ പെറ്റുമ്മയും നിൻ്റെ തന്തയും കൂടി കണ്ടുപിടിച്ച് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത അവിഹിതം. നമ്മളൊരു കാര്യം പിന്നെ പറയുമ്പോൾ ഇത് നാട്ടുകാരറിഞ്ഞതാണോ, ഈ നാട്ടുകാർ കേൾക്കൂലേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവൂലേ. ഏതോ വലിയ പുണ്യകർമ്മം ചെയ്തതുപോലെ. എന്നിട്ട് ആ ലൈവിൽ ഉടനീളം എടി ജുമയിലേ, നീ വേണമെങ്കിൽ പോയി നീ കേസ് കൊടടി എന്നൊക്കെ പറയുന്നുണ്ട്. ജുമൈല കിടക്കയിലാണ് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞങ്ങളെ ലൈവിൽ വന്ന ജുമൈല പറഞ്ഞത് പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയുടെ മകൻ്റെ കാര്യവും നോക്കുന്നത് എന്നാണ്. അവൾക്ക് എണീറ്റ് നിൽക്കാനും നടക്കാനും അവളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഉള്ളൊരു പ്രാപ്തിയുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് പേര് ഉപദേശിച്ച് ഭയങ്കര സ്ട്രെങ്തൊക്കെ കൊടുത്തു. പക്ഷെ അതൊന്നും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ആ സ്ത്രീക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതൊന്നും നമ്മളുമൊക്കെ ഭാര്യമാരല്ലേ. നമുക്കറിയാം നമ്മുടെ ഭർത്താവാണ് ഇതുപോലെ പുറത്തു പോയി. ഇപ്പം ഇതുപോലെ ഒരാളിനെ എനിക്കറിയാം, തനൂജ. നമ്മുടെ തനൂജ CM എന്ന് പറയുന്ന തനൂജേനെ, അതായത് ആ പുള്ളിക്കാരൻ്റെ പേരെന്തുവാടെ, ആ കോമഡി സ്റ്റാർസിലൊക്കെ നിൽക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ. ഇപ്പോഴും തനൂജയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ആ പുള്ളിക്കാരൻ പുതിയ ഭാര്യയുമായിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആ കുട്ടിക്കും അത് ഭയങ്കര വേദനയാണ്. ആ കൊച്ചു, എനിക്ക് തോന്നുന്നു 7ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഈ സംഭവം സോഷ്യൽ മീഡിയ വഴി ആ കുട്ടി കണ്ട് വളരുന്നത്. ഇപ്പോൾ കുട്ടിക്ക് 10, 13, 14 വയസ്സെങ്ങാണ്ടാവണം. പക്ഷേ എന്നാലും അവരുടെ ലൈവുകൾ കാണുമ്പോൾ ഞാനൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് അവരുടെ അടുത്ത് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട, നമ്മളെ വേണ്ടെന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് വേണ്ട. പക്ഷെ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്, എത്ര വേണ്ട എന്ന് വെച്ചാലും അയാളോടൊപ്പം ഞാൻ ജീവിച്ചതല്ലേ എന്നിങ്ങനെ അവർ ചോദിക്കുക. ആ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല, കാരണം ജീവിച്ചത് അവരാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് മറുപടിയില്ല. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മളിനി ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന ഉടായിപ്പുമ്മ എത്ര നാളാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്? റബ്ബർ എടുപ്പാണോ? ഈ റബ്ബർ എടുപ്പിലൂടെ അവർ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1 മിനിറ്റ്. തേയില, ഈ പനി പോയതിന് ശേഷം പാലിൻ്റെ ചായ കുടിക്കുമ്പോൾ ഭയങ്കര വായിക്കലിക്കുന്നു. അതുകൊണ്ട് കട്ടനിടാമെന്ന് വിചാരിച്ചു. 1 മിനിറ്റ്.
അപ്പം നമ്മളെന്താണ് പറഞ്ഞു നിർത്തിയത്, ഡീപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ അല്ലുടായ്പുമ്മേനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവിടെയും ഇവിടെയും എത്താതെ അല്ല റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ ആദ്യത്തെ വീഡിയോ മുതൽ അവരന്നിട്ട വീഡിയോ വരെ, അതായത് അവരുടെ മകളെ യത്തീംഖാനയിൽ കൊണ്ടാക്കാൻ പോകുന്നു എന്ന് ഹെഡിങ് ഇട്ടിരുന്ന ആ വീഡിയോ വരെ വീണ്ടും റിപ്പീറ്റ് കണ്ട് ഒക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, അവരെ റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, അവരെ തന്നെ റിയാക്ട് ചെയ്യുന്നു, അവരെ മാത്രമേ റിയാക്ട് ചെയ്യൂ, അവരെ റിയാക്ട് ചെയ്താലേ നിനക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ കിട്ടുകയുള്ളൂ. ഇവിടെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്, എനിക്കും എൻ്റെ 6 കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ജീവിക്കാൻ ആ വരുമാനമൊക്കെ ധാരാളമാണ്. കാരണം ഞങ്ങൾ ആഡംബരിച്ച് ജീവിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണ്. ഇതിനേക്കാൾ ദാരിദ്ര്യ അവസ്ഥയിൽ ഞാനും എൻ്റെ അമ്മയും മാത്രം ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ 6 മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ ധാരാളം. എൻ്റെ മക്കളൊന്നും ഒരിക്കലും ആന വയറുകളുള്ള ആൾക്കാരല്ല. പിന്നെ ആഡംബര ഭക്ഷണം അവർക്ക് ഇഷ്ടവും ഇല്ല, താല്പര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ വരെ കൊണ്ടുപോയി ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഒരു വയറിന് കഴിക്കാനുള്ളതേ അവർ കഴിക്കും, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് അന്നം കൊടുക്കാനാണ് യൂട്യൂബിൽ കിടന്ന് ചിലയ്ക്കുന്നത് എന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല എന്നൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ഈ വീഡിയോ വഴി കാണിച്ചു തരുന്നത്. എൻ്റെ ഭർത്താവിന് നല്ല 1-ാം തരം ജോലിയുണ്ട്, എൻ്റെ അമ്മ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് തയ്യൽ ജോലി കൊണ്ട് എത്രത്തോളം ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. എന്തറിയാം ഇവിടെ ഒരു ചുരിദാർ തയ്ച്ചാൽ 500 രൂപ കിട്ടും. ലൈനിങ് ഇട്ട ഒരു ചുരിദാർ തയ്ച്ചാൽ ഇത് തയ്ക്കാൻ എനിക്ക് 2 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ ഒരു യൂണിഫോം തയ്ച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റിന് 1200, എൻ്റെ മോളുടെ യൂണിഫോമിനാണെങ്കിൽ 1500. എൻ്റെ +2 പഠിക്കുന്ന എൻ്റെ മോളുടെ യൂണിഫോമിന് 1500 രൂപയാണ് ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജോഡി, ഒരു പാൻറ്റ്, കോട്ട്, ഷർട്ട്, അതിൻ്റെ 2 ജോഡി, അതിന് 1500 രൂപയാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൾക്ക് അവളുടെ യൂണിഫോമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപയാണ്, ഷർട്ടിനും പാവാടയ്ക്കും കൂടി. 600 എത്ര 1200 അതായത് ആ ഒരു യൂണിഫോം തയ്ക്കാൻ എനിക്ക് ഒരു ദിവസം മതി. ഒരു ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് 1200 രൂപയാണ്. ഒരുപാട് കിടന്ന് കുടക്കല്ലേ വെച്ച്. തയ്യൽ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര ആൾക്കാരെ ഞാൻ കാണിച്ചു തരണം? തയ്യൽ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്ന എൻ്റെ ഭർത്താവ് ജോലിക്ക് പോവാതിരുന്ന കാലത്ത് എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവ് വയ്യാതെ പിന്നെ ഹോസ്പിറ്റലിലായതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു കട കൊണ്ട് മാത്രം 6 കുഞ്ഞുങ്ങളെയും ഒരു രോഗിയായ ഭർത്താവിനെയും ജീവിപ്പിച്ച ആളാണ് ഞാൻ, ജീവിച്ച് കാണിച്ച ആളാണ് ഞാൻ. തയ്യൽ ജോലി കൊണ്ട് എന്ത് കിട്ടുമെന്ന് അറിയാമോ? ഭീമാപള്ളിയിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കട ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അതിനിപ്പോൾ 3.5 ലക്ഷം രൂപ എനിക്ക് ഒറ്റയ്ക്ക് ആ കട എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാനത് മാറ്റിവെച്ച് ആ കട ഞാൻ കൊടുത്ത്. പക്ഷെ നമ്മളൊരു നല്ല തയ്യക്കാരിയാണ് എങ്കിൽ നമ്മളെ തേടി വരുവിടെ തയ്യൽ. നമ്മളിനി ഏത് ഉദാബിലാണെങ്കിലും തയ്യൽ ജോലി കൊണ്ട് എത്ര ജീവിക്കാൻ അറിയും എന്ന്. ശരി, അപ്പം നമ്മൾ ആഴത്തിൽ അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. റബ്ബറിൻ്റെ ജോലി ഇവരെത്ര കാലം ചെയ്തു എന്നുള്ളത്. ഞാൻ ഇവരെ കാണുന്നത് ഇവരുടെ മകളെ യത്തീംഖാനയിലാക്കുമെന്ന് പറഞ്ഞ വീഡിയോയിലാണെങ്കിലും പിന്നീട് ഞാൻ ഇവരുടെ ആദ്യത്തെ വീഡിയോകളിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പം ഇവരെ കാണുന്നത് ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അയാൾ ചിലവിന് കൊടുക്കുമായിരുന്നു. ഇവരുടെ 3-ാമത്തെ ഭർത്താവ് തൊലാക്കൊക്കെ ചൊല്ലിയെങ്കിലും അയാൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അയാൾ ഇവർക്ക് ചിലവിന് കൊടുക്കുമായിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുടുംബക്കാരെന്ന് പറയുന്നത് നല്ല സാമ്പത്തിക നിലയുള്ള ആളുകളാണ്. അതിൽ 2-3 പേര് ഇങ്ങനെ അവരുടെ ശമ്പളം കിട്ടുന്ന സമയത്ത് ഇവരുടെ ഉമ്മാൻ്റെ കയ്യിൽ ക്യാഷ് എത്തിക്കും.
അവർക്ക് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എത്തിക്കുമായിരുന്നു. പിന്നെ എന്തുവാടെ ഈ ഈച്ച ക്യാഷ് എത്തിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ആ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഉപ്പയും മക്കളും എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഇവൾക്ക് പരിചയമുണ്ടാകുന്നത്. ഇവൾ ഇതുപോലെ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ അന്ന് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ഒരു ചാനൽ എടുത്താൽ നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ ചാനൽ എടുക്കുന്നത്. ഇവർ ചാനൽ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഭർത്താവ് ജീവനോടെ ഉണ്ട് കേട്ടോ. അത് എന്താണ് ജീവനോടെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഇവരൊരു വീടിൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഒരു വീട് ഫൗണ്ടേഷനൊക്കെ കെട്ടി ഇങ്ങനെ ചെവിരൊക്കെ കെട്ടിയിട്ടേക്കുന്നു. ചെവിര് കെട്ടിയില്ല, ഫൗണ്ടേഷനും ആ ഒരു സൈഡ് എങ്ങാണ്ട് ചെവിര് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചെവിര് കെട്ടിയ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇവരുടെ മൂന്നാമത്തെ ഭർത്താവിനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് മുതൽ അവരുടെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നീ കണ്ടാടാ, നീ എന്നെ ഉപേക്ഷിച്ച് പോയെങ്കിൽ അത് ഒരു സ്ത്രീയുടെ ഒരു സങ്കടമാണ്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയുടെ വേദനയാണ്. പക്ഷെ അങ്ങനെ ആ വേദന അറിഞ്ഞ ഒരു പെണ്ണാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചത്. മറ്റൊരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. ആ വേദന അറിയാവുന്ന ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യൂല. അപ്പം ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് നീ കണ്ടാടാ, നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നതാ എനിക്ക് എടുത്തു കൂട്ടിയൊരു വീടുണ്ടാക്കി തരുന്നുണ്ടടാ, അതുകൊണ്ട് നീ പോയാൽ എനിക്കൊന്നും ഇല്ലടാ, എനിക്ക് അങ്ങനെയാണടാ, എനിക്ക് ഇങ്ങനെയാണടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഇയാൾ കൊടുക്കുന്ന പൈസയും നാട്ടുകാരല്ല ഇവരുടെ കുടുംബക്കാർ ഏൽപ്പിക്കുന്ന പൈസയൊക്കെ ഇവൾ അന്നേ വയറിറക്കി ജീവിക്കാൻ പഠിച്ച ഒരു പെണ്ണാണ്. അപ്പോൾ ഇവളുടെ ഉമ്മയും ഉപ്പയൊക്കെ കുറച്ച് ദൂരെയാണെങ്കിലും ഇവരെ നോക്കാതെ ഒന്നും ഇരിക്കൂല കേട്ടോ. അപ്പം ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ അന്നേ വളരെ കുറവാണ്. ഇവൾ അന്നീ ചോറ് ഊണിൻ്റെ ഒരു പണി ഉണ്ടാക്കി ഇങ്ങനെ റോട്ടി കൊണ്ടുവന്ന് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ജോലി ഒരു പെണ്ണുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച എങ്ങാണ്ടേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവള് നൈറ്റി കച്ചവടമാണ് ചെയ്തത്. ഇതും ചെയ്യേണ്ടിയില്ല, കാരണം ആ പുള്ളിക്കാരൻ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ, ചിലവിന് പൈസ കൊടുക്കുന്നുണ്ട്. ഈ പൈസ ഇവൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കും. ഇവളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് ഈ ക്യാഷ് ഇവൾ പലിശയ്ക്ക് കൊടുക്കും. ഈ പലിശയ്ക്ക് കൊടുത്തിട്ട് ഒരു പെണ്ണുകളെ തേച്ചിട്ട് വന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോ ഇവളുടെ ചാനലിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഉണ്ട്. നിങ്ങൾ പോയി ഒന്ന് നോക്ക്. പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ അവൾ തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു വീഡിയോ അവിടെ ഉണ്ട്. അപ്പോൾ ആ കാലങ്ങളിലൊന്നും ഇവർ റബ്ബർ ടാപ്പിങ്ങിന് റബ്ബറിൻ്റെ ആ പണിയെടുക്കുന്നവരല്ല. ആ സമയത്ത് ഇവർക്ക് ആടുമില്ല, മനസ്സിലായോ? ഇവർക്ക് ആടുമില്ല. അത് കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും പിന്നീട് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് ആരോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ഷാജി ഇപ്പോൾ ഭയങ്കര ഫേമസിലാണ്. ഷാജിദേനെ ഒന്ന് തൊട്ട് നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. അങ്ങനെ അപ്പോഴാണ് ഷാജിദ ഒരു പുള്ളിക്കാരൻ ഷാജിദേനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ, ഒരു ഷോർട്സ് ചെയ്തു. ഓട്ടം തന്നെ ഈ പുള്ളിക്കാരി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദ ഈ മറ്റേ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ആരോ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഫിറോസ് കുന്നംപറമ്പിലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മരങ്ങോടനാണ് കേട്ടോ. ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രമുള്ള അസുഖമുള്ള ഒരുത്തനായിരുന്നു. ആ പുള്ളിക്കാരൻ എവളെയും കോണ്ടാക്ട് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് എവൾ വീണ്ടും വന്നു. കോണ്ടാക്ട് ചെയ്ത് കാണുമായിരിക്കും. എവൾ വീണ്ടും വന്നു. പക്ഷെ ആ വീഡിയോ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പിന്നെ കുറേ നാൾ പാട്ടും പിന്നെ ഓണറിൻ്റെ കുറ്റം പറയലും ഒക്കെ ആയിട്ട് കുറേ വീഡിയോകൾ അതിൻ്റെ താഴെ അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആണ് നമ്മുടെ ഷാജിദയുടെ മഹർ ഇവർ കാണുന്നത്. ഈ മഹർ കണ്ടതല്ല ഇവർക്ക് അത്ര വെപ്രാണ്. ഷാജിദ ഒരു 26കാരനുമായിട്ട് കോണ്ടാക്റ്റായി എന്നുള്ളത് ഇവളങ്ങ് ഭയങ്കര ചൊടിപ്പിച്ച്. ഇവളെന്ത് ചെയ്ത് ഷാജിദേനെ കോൾ ചെയ്തപ്പോൾ ഷാജിദ ഈ തീപ്പൊരിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഷാജിദ
ഞാൻ കൂടുതൽ ഡയലോഗ് അടിച്ചാൽ നിൻ്റെ ചാനൽ ഞാൻ അടിച്ചു കളയും എന്ന് പറഞ്ഞു. ഉടനെ ഇവളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴിവള് റബ്ബർ ടാപ്പിൻ്റെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇവളുടെ ഉമ്മാൻ്റെ സഹോദരനാണ് അവിടെ റബ്ബർ വെട്ടുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവർ ലീവിൽ പോയി, അവർക്ക് എന്തോ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ലീവിൽ പോയി. അപ്പോൾ ഈ ഉമ്മാൻ്റെ സഹോദരനായതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, അവൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ജീവിക്കുന്നത്, അവളെടുത്ത് വരാൻ പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ കയറിയതാണ് അവിടെ. നിങ്ങൾ ആ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെറും 4 മാസമാണ് അവിടെ അവൾ ജോലി ചെയ്തിട്ടുള്ളത്. മനസ്സിലായ? അതായത് യൂട്യൂബ് മീഡിയയിൽ അവൾ വന്നതിന് ശേഷം, വരണതിന് മുമ്പ് അവളുടെ ഭർത്താവ് ജീവനോടെ ഉണ്ടായിരുന്നു. അയാൾ ചിലവിന് കൊടുക്കുമായിരുന്നു, കുടുംബക്കാർ ചിലവിന് കൊടുക്കുമായിരുന്നു, അത്യാവശ്യം പള്ളിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സഹായങ്ങൾ പല സ്ഥലത്തുനിന്നും ഇവരുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടും. ആ നാട്ടുകാർക്ക് ഇവരുടെ അടുത്തുള്ള ദേഷ്യവും അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ കിട്ടിയിട്ടും യൂട്യൂബ് വഴി ആ നാടിനെ നാണം കെടുത്തി. ഈ കുടുംബക്കാരൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്കാരെ നാണം കെടുത്തി. ഇതാണ് ആ കുടുംബക്കാർക്ക് ഇവളടുത്തുള്ള ദേഷ്യവും ആ നാട്ടുകാർക്ക് ഇവളടുത്തുള്ള ദേഷ്യവും. അപ്പോഴാണ് ഇത് ഷാജിദേനെ റിയാക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് വലിയ കാര്യമായി. ഇവളെ അടുത്തങ്ങ് പൊന്തിച്ച് അവർക്ക് നല്ല റീച്ചും കിട്ടി. അതിനുശേഷം വെറും 4 മാസമാണ്, അതായത് ഇവളുടെ വീട് കയറുന്നതിൻ്റെ 1 മാസത്തിന് മുമ്പ് ഇവളാ ജോലിക്ക് പോക്കൽ നിർത്തി. അത് കഴിഞ്ഞ് വീട് കയറിയതിന് ശേഷം 8-9 മാസത്തോളം പിന്നീട് അവൾ റബ്ബറിൻ്റെ ജോലിക്ക് പോയിട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്യടേ, ഇതൊക്കെ സത്യമല്ല എങ്കിൽ നിങ്ങൾ പറയണത് ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഇവൾ വീണ്ടും റബ്ബറിൻ്റെ ജോലിക്ക് പോയതിൻ്റെ 5ാമത്തെ നാളാണ് റബ്ബർ തോട്ടത്തിൽ നിന്ന് നീ പണ്ടാരടങ്ങി പോകൂടീന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശപിച്ചത്. പിന്നെ അവളൊരു ഗേറ്റമേറിൽ കയറി പൊന്നെ മക്കളെ. അപ്പം ഇതാണ് അവളുടെ റബ്ബറിൻ്റെ ജോലി. ഈ റബ്ബറിൻ്റെ ജോലിക്ക് ഇവൾ പോകുന്ന സമയത്തും ഇവൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് 300 രൂപ കിട്ടൂ, 400 രൂപ കിട്ടൂ. അതേ ഇവർ തന്നെ ഇപ്പോൾ ഭയങ്കര ആഡംബരമായ ജീവിതം നയിക്കുമ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് റബ്ബറിൻ്റെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അവർ റബ്ബറിൻ്റെ ജോലി ചെയ്തിട്ട് അവരുണ്ടാക്കിയ പൈസ എന്ന് പറയുമ്പോൾ ഈ പൈസകളും ഈ സ്വർണ്ണങ്ങളെല്ലാം ഇവരുടെ കയ്യിലിരിക്കുമ്പോഴാണ് ഇവർ വന്ന് പബ്ലിക്കിൽ പറഞ്ഞത്, എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എല്ലാ സ്വർണ്ണങ്ങളും കൊണ്ടുവന്ന് ഞാൻ വിറ്റ്, പണയം വെച്ചെന്നല്ല പറഞ്ഞാൽ വിറ്റ്, അപ്പം സഹോദരങ്ങളെ എനിക്ക് വീട് വയ്ക്കാൻ നിങ്ങൾ സഹായിക്കണം. പക്ഷേ ആ സമയത്ത് ഇവർക്ക് റബ്ബറിൻ്റെ ജോലിക്ക് പോകുമ്പോൾ 400 രൂപ അല്ല കിട്ടണത്, 4000 രൂപയാണെന്ന് ഇപ്പോൾ ആരൊക്കെയോ പറയുന്നു. സത്യമാണെന്ന് എനിക്കറിഞ്ഞില്ല. 4000 ഒന്നും കിട്ടൂല കേട്ടോ, എന്നാലും ഒരു 600-700 ഒക്കെ കിട്ടും. പക്ഷെ അപ്പോഴും പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞത് എന്തരാണ്, 300 രൂപയേ ഉള്ളൂ. ആ കള്ളം പറഞ്ഞു വന്ന് തന്നെയാണ് ഞാനും പറയുന്നതടേ. ഞാൻ ഒരിടത്തും പറയുന്നില്ല. ഇവര് കളവുകൾ പറഞ്ഞു ജനങ്ങളെ പറ്റിച്ചു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പം റബ്ബറിൻ്റെ ജോലിയുടെ കഥ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി നല്ല ഒന്നാന്തരം ചാരിറ്റിയൊക്കെ നടത്തി. ഇനി നമുക്ക് ആരോപണത്തിലോട്ട് വരാം. ആരോപണം, പല കാര്യങ്ങളും നമ്മൾ ആരോപിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ചർച്ചയുണ്ടാകുന്നത്. ആരോപിക്കാൻ ഒരു ബീൻ ഫാമിലി വന്നപ്പോഴാണ് ചർച്ചയുണ്ടായതും ഇവരുടെ ഈ നാടകങ്ങൾ പൊളിഞ്ഞതും. പിന്നെ എന്തോ ഒരു കാര്യം പറയാൻ, എന്താണ്, പിന്നെ ഇവളുടെ ഉമ്മ എന്നെ വിളിച്ച് മോളെ എന്ന് വിളിച്ച്, അത് ആരായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യൂ. അല്ലല്ലോ, ഞാൻ അതിനുള്ള മറുപടിയല്ല തന്നത്. ഞാൻ പറഞ്ഞത് ഇവരുടെ ഉമ്മ എന്നെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കണമെങ്കിൽ ഇവരുടെ ഉമ്മ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഇവരുടെ ഉമ്മാനെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്നായിരുന്നു ആരൊക്കെയോ പറഞ്ഞത്. അല്ല, എനിക്ക് അവരെയൊക്കെ നേരത്തെ പരിചയമുണ്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് അവരെയൊക്കെ അറിയാം. അപ്പോൾ പേഴ്സണൽ കോണ്ടാക്റ്റിന് ഇത്രയൊക്കെ പോരേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യമായിരുന്നത്. ഇനി എനിക്കവരെയൊക്കെ നന്നായിട്ട് അറിയാം, പേഴ്സണലി എനിക്കറിയാം. ഇവരുടെ ഉമ്മാനെ ഉപ്പാനെ ഇവളത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരാളെ പേഴ്സണലി അറിയുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ
അടുത്തത് എന്തുവാടെ അലക്കട്ടെ. നമ്മുടെ യൂട്യൂബിലെ ഇൻകം ഇവർക്ക് 12,000 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് 30,000-ന് മേലെ ഇൻകം കിട്ടുന്നുണ്ട്. ഇവരുടെ വ്യൂവേഴ്സിനെയൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വ്യൂവേഴ്സിനെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കിട്ടുന്ന ഇൻകവും അവർക്ക് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചവരോടെല്ലാം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 30,000 രൂപയിൽ രൂപ എന്തായാലും അവർക്ക് കണ്ണു അടച്ച് അവർക്ക് ആ ചാനലിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സമ്മതിക്കാതിരുന്ന ആളുകൾ ഇപ്പം വന്നിട്ട് പറയുകയാണ് അവർ മുമ്പ് 12,000 പറഞ്ഞതെങ്കിൽ ഇപ്പം അവർ സമ്മതിക്കുന്നുണ്ട് 20,000 ഒന്ന്. ഇന്നലത്തെ ലൈവിൽ അവർ വ്യക്തമായിട്ട് സമ്മതിച്ച് എത്ര കിട്ടി, 30,000 രൂപ കിട്ടി. അപ്പം അതും ഒരു കാര്യമാണ്. അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ട് പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്കും. ശരിക്കും ഇവർക്ക് പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നുണ്ട്. ഇവർക്ക് വരുമാനവും യൂട്യൂബിലെ വരുമാനവും റബ്ബറിൻ്റെ അവിടെ വരുമാനവും എല്ലാം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് പറയണം ഈ മാസം ഇൻകം ഇല്ലായിരുന്നു, ഈ മാസം എനിക്ക് ഇൻകം കിട്ടിയില്ല, പിന്നെ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഈ പൈസകളെല്ലാം വാങ്ങിച്ച് ഇടിപ്പിച്ചൊരുക്കി വെച്ചിരിക്കുന്ന സമയത്തും ഇവർ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാളെ ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് തിന്നാൻ കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയാറുണ്ട്. അങ്ങനെ കളവ് പറയുന്ന എന്തിനാ എന്നെ ഞാനും ചോദിച്ചിട്ടുള്ളൂ. അപ്പം യൂട്യൂബിൻ്റെ ഇൻകം ഉണ്ട്, 30,000 രൂപ ഇൻകം ഉണ്ടടേ എന്ന് പറയുന്നത്. ചാരിറ്റിയുടെ കേസ് ഡയറക്റ്റ് പോലീസ് കേസെടുക്കൂല. ഓക്കെ, കേസെടുക്കണമെങ്കിൽ ഇവർ ചാരിറ്റി ചെയ്ത ഒരാൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ എന്ത് വേണം? ആരോപണം വേണം. അപ്പം ഈ ചാരിറ്റിക്ക് ഇവർക്ക് പൈസ അയച്ചു കൊടുത്ത ആള് അയ്യോ ഞാൻ ഇന്ന ആൾക്ക് പൈസ അയച്ചു കൊടുത്ത് അപ്പോഴും ഇവർ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ കേസെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവർ ചാരിറ്റി ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഈ ചാരിറ്റി ചെയ്ത ആൾക്കാർ വരണം. അതായത് ഇവരെനിക്ക് വേണ്ടി ചാരിറ്റി ചെയ്തിട്ട് എനിക്ക് ഇത്ര രൂപയെ തന്നിട്ടുള്ളൂ, എന്നാൽ ഇത്ര രൂപ പിരിഞ്ഞ് കിട്ടി എന്ന് മറ്റൊരു സ്ത്രീ അവരുടെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്തേക്ക് വരണം അല്ലേ? അതിന് തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഞാനും ഈ ചാരിറ്റി എങ്ങനെ പറഞ്ഞ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഇവർ ചാരിറ്റി ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും രംഗത്തേക്ക് വരണം, അവരിലേക്ക് എൻ്റെ വീഡിയോ എത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാൻചാറിൻ്റെ ഉമ്മയ്ക്ക് ഇവർ ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചാരിറ്റി ചെയ്താൽ കിട്ടുന്ന ക്യാഷ് അവർ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഈ ഷാനിൻ്റെ ഉമ്മയ്ക്ക് ഇവർ ചാരിറ്റി ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോൾ രംഗത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഉമ്മയ്ക്ക് ആരും ചാരിറ്റിക്ക് പൈസ കൊടുത്തില്ല എന്ന്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നു, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ മീൻസ് എന്നെ ഇങ്ങനെ വിളിക്കുന്ന സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാനൊരു കാര്യം വന്നിങ്ങനെ ഇതുപോലൊരാൾ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ട്, ഇവർക്ക് വീട് ജപ്തി ചെയ്യുമെന്നും പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് വലിയ എമൗണ്ട് ഒന്നും വേണമെന്ന് പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റാരും ചെയ്തില്ലെങ്കിലും എന്നോട് ഇഷ്ടമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ 100-500 ഒക്കെ, 100 ഇപ്പോൾ ഒന്നുമല്ല, ഇതുപോലെ ഇവരുടെ കാലും കയ്യും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികം ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഒരു 500 രൂപ ആൾക്കാർ കൊടുക്കും. സോഷ്യൽ മീഡിയ വഴി അവരുടെ ചാരിറ്റി ചെയ്തിട്ട് അതിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് 500 രൂപയാണ് എന്നാണ് ഇവർ പറയണത്. ആ തള്ളയുടെ വീഡിയോ, ആ ചാരിറ്റി ചെയ്ത വീഡിയോയിൽ
ഇവർ നമ്പർ പബ്ലിക് ആക്കുന്നില്ല. ഞാൻ ആരോപിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർ നമ്പർ പബ്ലിക് ആക്കാത്തത്. പക്ഷേ അവിടെയും ആരോപണമുണ്ട്. ഷാനിൻ്റെ ഉമ്മ എൻ്റെ വീഡിയോ കാണും. തള്ള നിൻ്റെ പേരിൽ ചാരിറ്റി നടത്തിയിട്ട് ആ പൈസ നിൻ്റെ മോനും എവളും കൂടി ചേർന്ന് നല്ലോണം പുട്ടടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കാം. എൻ്റെ മോനും കാമുകിയും കൂടി ചേർന്ന് എനിക്ക് ചാരിറ്റി നടത്തിയിട്ട് എൻ്റെ ചാരിറ്റിയുടെ പണം കൊണ്ടുപോയി തിന്നേ എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ അന്ന് നിങ്ങൾക്ക് ചാരിറ്റി ചെയ്ത ആ ഒരു സമയത്ത് ഇവരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്ന് എന്നുള്ളതൊക്കെ അന്വേഷണത്തിന് വരും കേട്ടോ. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇനിയും ചാരിറ്റി ചെയ്യാം. നജിലേ, നമ്മൾ ഫുൾ സപ്പോർട്ടാണടി. നീ ചാരിറ്റി ചെയ്യണോടി. നിനക്ക് ചാരിറ്റി ചെയ്യാൻ നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. ഇനിയും ചാരിറ്റിയിലേക്ക് നിനക്ക് വമ്പൻ സ്വീകരണം തന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ ചാരിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടടി. അങ്ങനെ ചാരിറ്റി നീ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചാരിറ്റിയുടെ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയെങ്കിലും എത്തിക്കണം. എന്നാലല്ലേ കഥയുള്ളൂ. എനിക്ക് വയ്യ.